ശ്രീമന്നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 7. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിം അയി വിശ്വനായക. ആശ്രിതാ പുനരത പരിച്യുതൗ ആരഭേമഖിജധാരണാദികം. ഐ വിശ്വനായക, ഹേ ജഗൽ പ്രഭു, തത്സമാസ്വദന രൂപിണീം ശുദ്ധ ബ്രഹ്മാനുഭവ രൂപമായ സ്ഥിതിം അവസ്ഥാവിശേഷമാകുന്ന ത്വത്സമാധിം അവിടുത്തെ സമാധിയെ, നിർവികൽപ്പ സമാധിയെ ആശ്രിത പ്രാപിച്ചവരായിട്ട്, അത പരിച്യുതൗ അത ഈ പരിച്യുതൗ ഈ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ, ച്യുതി സംഭവിക്കുമ്പോൾ, പുനഃ വീണ്ടും ധാരണാധികം ആരഭേമഹി ധാരണാദികളെ ആരംഭിച്ച് കൊള്ളാം. 6-ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഭഗവാന്റെ ആ അവയവങ്ങളോട് കൂടിയ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിച്ച് അതിൻ്റെ ഒരു പരമാനന്ദം അനുഭവിക്കുമ്പോൾ, ആ രൂപം കണ്ട് ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പരമാനന്ദം അനുഭവിക്കുമ്പോൾ, അങ്ങനെ അനുഭവിക്കുന്നവരെ യോഗികൾക്ക് എപ്പോഴും സാധ്യമാകുന്ന ഒരു കാര്യമാണിത്. അങ്ങനെയുള്ള യോഗികൾക്ക് മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ ആ അവിടുത്തെ രൂപം, യോഗികമാർക്ക് മനസ്സിൽ ധരിക്കാൻ പറ്റുന്ന ആ രൂപം, അവർക്കും നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ് ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ച് ധ്യാനിക്കുന്നവർക്കെല്ലാം ആ ബ്രഹ്മം, അവിടുത്തെ രൂപം, അവയവങ്ങളോട് കൂടിയ രൂപവും ബ്രഹ്മവും ഒന്നു തന്നെയാണ്. ആ ബ്രഹ്മം മനസ്സിൽ നന്നായിട്ട് പ്രകാശിച്ച് നിൽക്കും. ഇവിടെ ശുദ്ധ ബ്രഹ്മാനുഭവ രൂപമായ ആ അവസ്ഥാവിശേഷം, അവിടുത്തെ ആ അവസ്ഥാവിശേഷത്തിലേക്ക് എത്തുമ്പോൾ, ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ച് വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥാവിശേഷത്തെ, അതായത് നിർവികൽപ്പ സമാധിയെ, ആ സമാധിയെ പ്രാപിച്ചവരായിട്ട് നിൽക്കുന്ന ആ സമയത്ത്, ഈ സമാധിയിലേക്ക് വരെയുള്ള ദൂരം, അവിടം വരെ എത്തുവാൻ വളരെയധികം പണിപ്പെട്ടാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. കാരണം രൂപം ഭഗവാന്റെ മനസ്സിൽ ഉറപ്പിച്ചു വച്ച് അത് സാക്ഷാൽ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കി ആ പരമാനന്ദം അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിപ്പിടിച്ച് മറ്റുള്ളതിലേക്ക് ഒന്നിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കാതെ വേറൊരു ചിന്തയുമില്ലാതെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആ സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു ചലനം സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ധാരണ മുതൽ വീണ്ടും തുടങ്ങണം. കാരണം ഇവിടെ സമാധിയിലേക്ക് വരെ എത്തി, ആ സമാധിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒരു ചലനം അതിന് സംഭവിച്ചാൽ, നമ്മൾ ഉറപ്പിച്ചു വച്ചിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു ചലനം സംഭവിച്ചാൽ പിന്നെ ഭഗവാന്റെ ആ രൂപം നമ്മളുടെ മനസ്സിലപ്പം ഉണ്ടാവില്ല. അതിലൊരു ചെറിയ ചലനം സംഭവിക്കും. അങ്ങനെ വന്നു പോയാൽ വീണ്ടും നമ്മൾ ധാരണ മുതൽ വീണ്ടും ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ച് ഇന്ദ്രിയങ്ങളെല്ലാം എല്ലാം അടക്കി
ആ ബ്രഹ്മമാകുന്ന പരമാനന്ദത്തെ അനുഭവിച്ചറിയാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരണം. അപ്പോൾ ഭഗവാന്റെ ആ രൂപം കണ്ട് അതിനെ ആസ്വദിച്ച് അതിൽ മുഴുകിയ ആ സമാധി സ്ഥിതി പ്രാപിച്ചു വന്നവൻ അതിൽ നിന്നും ഒരു വ്യതിചലനം സംഭവിക്കാൻ ഒരു ചെറിയ ചലനം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഭ്രഷ്ടനാകുമ്പോൾ വീണ്ടും ധാരണാദികളെ ആരംഭിച്ച് ഈ അവസ്ഥയിലേക്ക് വീണ്ടും എത്തിച്ചേരണം. അതാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.